ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണെന്ന്. ഇ.ഡി. റെയ്ഡിനെ കുറിച്ച് മൗനം പൂണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കര കഥകളായിരുന്നു ചാനൽ ഒഴുക്കെ. അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് നോക്കി. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ഞാൻ പഠിച്ചിട്ടില്ലേ പറയേണ്ടത്. കേരളത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ഭവ്യതയോടുകൂടി, എന്ത് സൗമ്യമായിട്ട്, ലളിതമായിട്ടാണ് സംസാരിക്കുന്നത് നോക്കി. അദ്ദേഹത്തിന് സമയം കൊടുക്കണം സംസാരിക്കാൻ. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം അദ്ദേഹം തീരുമാനിക്കാൻ ഉള്ള ഒരു സമയം കൊടുക്കണം. അദ്ദേഹത്തിന് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി സംസാരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും ഭവ്യതയോടുകൂടി, ഇത്രയും ലളിതമായിട്ട് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് സംസാരിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതിൽ. വി.ഡി. സർക്കാർ അധികാരത്തിൽ കയറി മുതൽ ഈ ന്യൂസ് ചാനലുകാരും വീക്ഷകരും കാഴ്ചക്കാരും മറ്റു പാർട്ടിക്കാരും ആളുകളൊക്കെ കുറേ കെട്ടുകഥകളും ഒക്കെ മെനഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും അതിനൊക്കെ ഒരു ബന്ധമില്ലാത്ത കഥകളാണെങ്കിൽ പോലും അദ്ദേഹം എല്ലാത്തിനും പ്രതികരിച്ച് മറുപടി പറയാറുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ബന്ധമില്ലാത്ത ഒരു ഇ.ഡി. റെയ്ഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ചു നേരം മൗനം പൂണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാസമ്പന്നർ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള കഥകൾ പലതവണ മറുപടി പറഞ്ഞു. വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറച്ചു നേരം മൗനം പൂണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും പ്രതികരിക്കും പിന്നീട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അതിന് പ്രതികരിച്ച് വിശദമായിട്ടുള്ള ഒരു വിശദീകരണം പറയുന്നുണ്ട്. അതൊരു കുട്ടിത്തം പോലെ ഒരു തമാശ രൂപേണ അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരെ ചോദ്യത്തിന് കൊടുക്കേണ്ട മറുപടി കൃത്യം അത് തന്നെയാണ്. ആ ഒരു തമാശ രൂപത്തിൽ അതിനുള്ള അർത്ഥം തീർച്ചയായിട്ടും പൂർണ്ണമായ അതിൽ തന്നെ ഉണ്ട്. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് അത്തരത്തിൽ തമാശ രൂപേണ പറയാനേ പറ്റുള്ളൂ എന്ന് കരുതി അദ്ദേഹം തമാശ രൂപേണ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് അദ്ദേഹം. ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെന്റ്, ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. ഇത്രയും വളരെ വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടും ഇതിന് വീണ്ടും അതേ ചോദ്യം ആവർത്തി ചോദിക്കുന്ന ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകയെ കണ്ടോ? ആ സമയത്ത് അങ്ങ് പ്രതികരിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരു മോശം സന്ദേശമായിരിക്കും. അല്ല, അദ്ദേഹം ആ ചോദ്യം കേട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അതിന് വേറെ മറുപടി ഇല്ല. അതെനിക്ക് ഇഷ്ടമായി. കാരണം അത് അദ്ദേഹം ചെയ്തത് കറക്റ്റാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒരാൾ അങ്ങനെ ഇരുന്ന് തരുന്നു എന്ന് കരുതിയിട്ട് മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോയി പണി നോക്കാൻ പറയും. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരാളുടെ അടുത്ത് വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ട്? അദ്ദേഹം എണീറ്റ് പോയി. അത് തന്നെയാണ് അത് ചെയ്യേണ്ടിരുന്ന മറുപടി കൃത്യമാണ്. അതിന് ന്യൂസ് ചാനലുകാർ ഇന്നിപ്പം ഭയങ്കരമായിട്ട് സംഭവമായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവ കോലാഹലങ്ങളൊക്കെ വീണ്ടും നടക്കുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം എല്ലാത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. ഓരോ ദിവസവും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടവും ആദരവും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വ്യൂസിനോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്കോ വേണ്ടിയൊന്നും ചെയ്യുന്നതല്ല. അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അറിയാതെ ചെയ്തു പോകുന്ന വീഡിയോകളാണ്.